പെരുകിക്കൊണ്ടിരിക്കുന്നത്. മന്തുണ്ടാക്കുന്നതിൻ്റെ പേരിൽ കൊതുകിനെ കൊല്ലാൻ മലാത്തിയോൺ തളിക്കുന്ന സർക്കാരിന്, ആരോഗ്യ വകുപ്പിന് ക്യാൻസർ വരക്കുന്നതിനെതിരായിട്ട് മിണ്ടാനില്ല. ക്യാൻസർ രോഗം പിടിച്ചോ, ഞങ്ങൾ സൗജന്യമായിട്ട് മരുന്ന് തരാമെന്ന് വെച്ചാൽ ഖജനാവിലെ പണം മരുന്ന് കമ്പനിയും ഞങ്ങളും കൂടെ കമ്മീഷൻ അടിസ്ഥാനത്തിൽ വീതിച്ചെടുത്തോളാം എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ തായ്ലാൻഡിൽ 7 ലക്ഷം കോഴി കർഷകരുണ്ടായിരുന്നു. ആദ്യത്തെ കോഴിപ്പനി വന്ന് കോഴികളെല്ലാം കൊന്നു കഴിഞ്ഞു. ഇവരെല്ലാം കടക്കണിയിലായി. അടുത്ത വർഷം കോഴിക്കൃഷി ചെയ്യാൻ CP ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ് തായ്ലാൻഡിൽ കോഴി രംഗത്ത് ഇവരോട് മത്സരിക്കാനുണ്ടായിരുന്നത്. അവർ പറഞ്ഞു ഞങ്ങൾ ലോൺ തരാം. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കും തായ്ലാൻഡിലെ ബാങ്കുകളിൽ ലോൺ കൊടുക്കാൻ ഇറങ്ങി. ഞാൻ ഈ MP യോടും പറഞ്ഞു, വാസന എന്ന് പറഞ്ഞ ബാങ്കോക്ക് പോസ്റ്റിലെ ലേഖിയോടും പറഞ്ഞു, അടുത്ത കൊല്ലം ഈ കോഴിപ്പനി ആവർത്തിക്കും, കോഴികളെ വീണ്ടും കൊല്ലും, ലോണ് തിരിച്ചടക്കാൻ ഇനി കൃഷിക്കാർക്ക് സാധിക്കില്ല. അപ്പോൾ ശരി, ആധാരം ഇങ്ങോട്ട് തന്നേക്ക്, ഒപ്പിട്ട് തന്നേക്ക്. അങ്ങനെ മൾട്ടികളെ ഏറ്റെടുക്കും. അത് തന്നെ സംഭവിച്ചു. രണ്ടാമത്തെ കൊല്ലവും മൂന്നാമത്തെ കൊല്ലവും കോഴിപ്പനി വീണ്ടും വന്നപ്പോൾ കൃഷിക്കാർ മുഴുവനും ലോൺ തിരിച്ചടക്കാൻ സാധിക്കാതെ ആധാരം ബാങ്കിനെ തന്നെ ഏൽപ്പിച്ച് കടക്കണിയിൽ, ആത്മഹത്യയിൽ. അപ്പോൾ CP ഫൗണ്ടേഷൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ അങ്ങനെ വിഷമിക്കണ്ട, കാര്യം ശരിയാണ്, ഞങ്ങളുടെ നിന്ന് കാശ് മേടിച്ചു, നിങ്ങൾക്ക് നഷ്ടം പറ്റി, ആധാരം ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേറെ നഷ്ടമൊന്നുമില്ല, നിങ്ങളുടെ ഭൂമി ഞങ്ങളുടേതായെന്നുള്ളേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അവിടെ തന്നെ തുടർന്നോളൂ, കോഴിക്കുഞ്ഞുങ്ങളെ ഞങ്ങൾ തരാം, വാക്സിൻ ഞങ്ങൾ തരാം, തീറ്റയും തരാം, നിങ്ങൾ നോക്കി വളർത്തി ഇങ്ങോട്ട് വലുതാവുമ്പോൾ തന്നാൽ മതി, വളർത്തുകൂലി തന്നേക്കാം. അപ്പോൾ സ്വന്തം സ്ഥലം അന്യാധീനപ്പെട്ട് അവിടെ മൾട്ടിനാഷണൽ കോഴി കമ്പനിയുടെ അടിമകളായി കോഴി കർഷകർ അവിടെ മാറി. ഇതാണ് തായ്ലാൻഡിൽ പ്രധാനപ്പെട്ട ഒരു നേട്ടം കോഴി കർഷകർക്കുണ്ടായത്. തങ്കച്ചൻ നീരേറ്റുകുളം എന്ന് പറഞ്ഞ് കുട്ടനാട്ടിലുള്ള ഒരു താറാവ് കൃഷിക്കാരനെ ഞാൻ കണ്ടു. അപ്പോൾ അവിടെ ഞാൻ ചോദിച്ചു, എന്താ അതിൻ്റെ പിന്നിലുള്ള കാരണം? സാറേ, ഇപ്പോൾ കുറച്ചായിട്ട് ഒരു വെള്ള താറാവ് ഇറച്ചി മൾട്ടിനാഷണലുകൾ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. എറണാകുളത്ത് വന്ന വലിയൊരു മാളിലൊക്കെ ഉണ്ടത്. പക്ഷെ ഒരു രുചിയില്ല സാറേ, ആ താറാവ് ഇറച്ചിക്ക് ഒരു രുചിയില്ല. പക്ഷെ കുട്ടനാട്ടിലെ താറാവ് എന്ന് പറഞ്ഞാൽ മലയാളി എവിടെ ലോകത്തുണ്ടോ അവിടെയൊക്കെ അവർക്ക് കുട്ടനാട്ടിലെ താറാവ് എന്ന് പറഞ്ഞാൽ പ്രിയങ്കരമാണ്. നാട്ടിൽ വന്നാലും അവർക്ക് കുട്ടനാട്ടിലെ താറാവ് ഇറച്ചി. ഈ വെള്ളത്താറാവ് ഇറച്ചി ആരും വാങ്ങുന്നില്ല. ഈ സീസണിൽ 4 ലക്ഷം താറാവുകളാണ് കുട്ടനാട്ടിൽ ഈ ക്രിസ്തുമസിൻ്റെ സമയത്ത് മാത്രമായിട്ട് ചിലവാകുക. ഒരു താറാവിന് 300 രൂപ വെച്ച് 4 ലക്ഷം താറാവിന്. അങ്ങനെ ഓരോ സമയത്തും ഈ താറാവ് ബിസിനസ് മുഴുവനും ഇനി ഒരൊറ്റ മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് പോകാൻ പോവുകയാണ്. അടുത്ത കൊല്ലം താറാവ് കൃഷി ചെയ്യാൻ നാടൻ പരമ്പരാഗത താറാവ് വർഗങ്ങളായ ചെല്ലിയും ചെമ്പല്ലിയും ചീരയും ഉണ്ടാവില്ല. അടുത്ത കൊല്ലം താറാവ് കൃഷി ചെയ്യാൻ താറാവ് കർഷകർക്ക് പരമ്പരാഗത താറാവ് കൂട്ടങ്ങളില്ല, കുഞ്ഞുങ്ങളില്ല, എല്ലാറ്റിനെയും കൊന്നൊടുക്കുകയാണ്. ടെർമിനേഷൻ. ഞങ്ങളുടെ ബ്രോയിലർ കോഴിയല്ലാതെ, ബ്രോയിലർ താറാവല്ലാതെ മറ്റൊരു താറാവും ഈ ഭൂമുഖത്തുണ്ടാവരുത്. വളരെ എളുപ്പത്തിലാണ് താറാവ് കമ്പനികൾ കേരളത്തിൽ നമ്മുടെ കൺമുമ്പിൽ ഇല്ലാത്ത പനിയുടെ പേരിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. തായ്ലാൻഡില് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന തക്ഷിൻ സിനവത്ര കരഞ്ഞു. നമ്മുടെ കോഴി കണ്ടെയ്നറുകൾ
തുറന്നുപോലും നോക്കാതെയാണ് കോഴിപ്പനി എന്ന് പറഞ്ഞ് വിദേശങ്ങളെല്ലാം തള്ളിവിട്ടത്. ഏഷ്യൻ രാജ്യം കരഞ്ഞാൽ കരയിലല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. രാജ്യത്തുടനീളം കോഴി മാമാങ്കങ്ങൾ സംഘടിപ്പിച്ചു പ്രധാനമന്ത്രി. ബാങ്കോക്കിൽ വലിയ പന്തലിട്ട് ദക്ഷിൺ ദിനപത്ര എന്ന് പറഞ്ഞ തായ്ലാൻഡിലെ പ്രധാനമന്ത്രി കോഴിക്കറി വെച്ചു. അയാൾ തന്നെ കോഴിക്കറി വെച്ചു. എന്നിട്ട് അയാൾ തിന്ന് കാണിച്ചു, തായ് കോഴിക്കൊരു കുഴപ്പമില്ല. എന്നിട്ടെന്ത് കാര്യം? വിദേശ മാധ്യമങ്ങൾ ചിരിച്ചു. എന്ത് കാര്യം? ഗൂഢാലോചന നടത്തിയവരും തൽപര കക്ഷികളും അതിനോടകം തന്നെ അവർക്ക് വേണ്ട നേട്ടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് വളരെ എളുപ്പമാണ് ഒരു പുതിയ രോഗം ഉണ്ടാക്കാൻ. നമുക്കൊരു പുതിയ രോഗം ഉണ്ടാക്കിയാലോ? നമുക്കെല്ലാവർക്കും കൂടി ചേർന്നൊരു പുതിയ രോഗം ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പമാണ്. ഞാൻ ഇപ്പോൾ നിന്ന നിപ്പിലൊരു രോഗം ഉണ്ടാക്കി കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി തൽപര കക്ഷി എനിക്ക് എനിക്ക് വേണ്ടതുപോലെ ഒരു 10, 15, 20 കോടി തരിക. 10, 20 കോടി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ വലിയ തുക. ഇപ്പോൾ വൻകിട മൾട്ടിനാഷണൽ കമ്പനികൾക്ക് അത് മൂക്കിൽ വലിക്കാൻ പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു 10, 20 കോടി എനിക്ക് തന്നാൽ ഏത് രോഗം വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇപ്പോൾ ഉദാഹരണത്തിന് വലിയ ഒരു കുടിവെള്ള കമ്പനിക്ക് കേരളത്തിലെ മനുഷ്യർ മുഴുവനും പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം കുടിക്കുന്നു. മണ്ണ് മാന്തി കുളമെന്നും കിണറെന്നും പേരിട്ട് ആ വെള്ളം കുടിക്കുന്നു. ഈ ആളുകളെ മുഴുവനും അങ്ങനെയുള്ള കണ്ണിക്കണ്ട വെള്ളം കുടിക്കാത്ത രീതിയിൽ വളരെ ഉറപ്പുള്ള ഞങ്ങളുടെ കുപ്പി വെള്ളം കുടിക്കുന്നവരെ ആക്കണം. അങ്ങനെ ആ രീതിയിലാക്കണം. എനിക്കൊരു 10 കോടി തന്നാൽ മതി, ഞാൻ നിഷ്പ്രയാസം ആ വഴിയിലേക്ക് അവരെത്തിച്ചു കൊടുക്കാം. അതെങ്ങനെയാണ് സാധിക്കുക? ഞാൻ നേരെ കേരളത്തിലെ ഒരു ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്നു. അവിടുത്തെ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ രോഗിയെ ശരിക്കും നോക്കണമെങ്കിൽ വീട്ടിൽ വന്ന് കാണണം. 2000 5000 ഒക്കെ ഞങ്ങൾക്ക് തരണം. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഓപ്പറേഷന് മുമ്പ് വീട്ടിൽ വന്ന് പ്രത്യേകം കണ്ടിരിക്കണം. എഴുതുന്ന മരുന്നിനെല്ലാം മരുന്ന് കമ്പനിയോട് കമ്മീഷൻ വാങ്ങുന്നവരും ഭീകരരായ തട്ടിപ്പുകാരും കൊള്ളക്കാരും അഴിമതിക്കാരുമാണ് നമ്മുടെ ആശുപത്രിയിലെ ഡോക്ടർമാർ. അപ്പോൾ ജനറൽ ആശുപത്രിയിൽ ചെന്ന് ഞാൻ ഡോക്ടറെ കാണുന്നു. ഡോക്ടർക്ക് ഞാനൊരു 10 ലക്ഷം രൂപ തരാം, എനിക്കൊരു സഹായം ചെയ്തു തരണം. 10 ലക്ഷം രൂപ വരുന്ന ഡോക്ടറുടെ കണ്ണൊന്ന് തിളങ്ങി. പക്ഷെ പിന്നീടൊരു ആശങ്ക, ഒരാളൊരു 10 ലക്ഷം തരണമെങ്കിൽ എന്ത് ചെയ്തു കൊടുക്കണമെന്നായിരിക്കും പറയാൻ പോകുന്നത്. എന്തിനാടോ ഡോക്ടർ വേറെ ഒന്നും ചെയ്യണ്ട. ഡോക്ടറുടെ ആശുപത്രിയിൽ നിന്ന് 4 മരണങ്ങൾ ഉണ്ടായിട്ടില്ലേ? അവരുടെ ഡെഡ് ബോഡി മോർച്ചറിയിലുണ്ട്. ഡോക്ടർ ഹെൽത്ത് ഡയറക്ടർക്ക് ഒരു ഫാക്സ് മെസ്സേജ് അയക്കണം. എന്ത് മെസ്സേജ്? ഇന്ന് എൻ്റെ ആശുപത്രിയിൽ 4 പേര് മരിച്ചിട്ടുണ്ട്. ആ 4 പേരും മരിക്കുന്നതിന് മുമ്പ് പച്ചവെള്ളം കുടിച്ചവരാണ്. ആ പച്ചവെള്ളത്തിലുണ്ടായിരുന്ന ആക്കോളി, ഈക്കോളി, നീർക്കോളി ബാക്ടീരിയയാണ് ഞാൻ സംശയിക്കുന്നത്. ഇത്രയും മതി. എടോ, അങ്ങനെയൊരു മെസ്സേജ് അയക്കാൻ എന്താ പ്രയാസമുള്ളത്? അതിയായിപ്പോൾ അയക്കാമല്ലോ. എനിക്കൊരു സംശയമുണ്ട്, ഈ മരിച്ചവർ മുഴുവനും പച്ചവെള്ളം കുടിച്ചവരാണ്. മരിക്കുന്നതിന് തൊട്ട് മുമ്പും ഇവർ പച്ചവെള്ളം മോന്തിയിരുന്നു. ആ വെള്ളത്തിലുണ്ടായ ആക്കോളി, ഈക്കോളി, കാർക്കോളി ബാക്ടീരിയയാണ് ഞാൻ സംശയിക്കുന്നത്. ടാക്സ് അയച്ചു. 10 ലക്ഷം അയാൾ കീശയിലിട്ടു. ഞാൻ നേരെ നഗരത്തിലെ പ്രധാനപ്പെട്ട പത്രക്കാരനെ വിളിച്ചു. അറിഞ്ഞോ, ഒരു പുതിയ പനി വന്നിട്ടുണ്ട്, കുടിവെള്ളപ്പനി. പച്ചവെള്ളം കുടിച്ചവർക്കൊക്കെയാണ് പനി വന്നത്. 4 പേര് മരിച്ചിട്ടുണ്ട്. ജനറൽ ആശുപത്രിയിൽ 4 പേരുടെ മൃതദേഹങ്ങൾ മോർച്ചറിയിലുണ്ട്. പത്രക്കാരൻ ചാടി എഴുന്നേറ്റു. പക്ഷെ അങ്ങനെയൊന്നും പത്രത്തിൽ അവരെഴുതൂല കേട്ടോ. അവർക്ക് ഉറപ്പ് കിട്ടണം, കൺഫർമേഷൻ വേണം. വേഗം പത്രക്കാരൻ ആശുപത്രിയിലെ സൂപ്രണ്ടിനെ വിളിച്ചു.
ഇങ്ങനൊരു വാർത്ത കേട്ടല്ലോ, ശരിയാണോ? സൂപ്രണ്ട് പറഞ്ഞു ശരിയാണ്, 4 പേരുടെ മരണമുണ്ട്, അവരൊക്കെ പച്ചവെള്ളം കുടിച്ചവരാണ്, മോർച്ചറി കിടപ്പുണ്ട്. ഹെൽത്ത് ഡയറക്ടർക്ക് ഞങ്ങൾ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഉടനെ ഹെൽത്ത് ഡയറക്ടറെ വിളിച്ചു. ഹെൽത്ത് ഡയറക്ടർ ആ കസേരയിൽ ചൊറിയും കുത്തിയിരിക്കുകയാണ്. അയാൾക്ക് ആകെയുള്ള ജോലി മരുന്ന് കമ്പനികളുടെ എത്രത്തോളം മരുന്ന് വാങ്ങുന്നോ അതിന് കൊടുക്കുന്ന തുകയുടെ കമ്മീഷൻ പിരിച്ച് നിശ്ചിത ശതമാനം മന്ത്രിക്കും പാർട്ടിക്കും കൊടുക്കണം. ഇതാണ് ഹെൽത്ത് ഡയറക്ടറുടെ ജോലി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാൾക്ക് ഇതുപോലുള്ള സുവർണാവസരങ്ങൾ ഉണ്ടാകുന്നത്, വീണ് കിട്ടുന്നത്. ഉടനെ ഹെൽത്ത് ഡയറക്ടറെ വിളിച്ചപ്പോൾ ഹെൽത്ത് ഡയറക്ടർ പറഞ്ഞു, യെസ് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു, ഞാനൊരു മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ജനറൽ ആശുപത്രിയിലേക്ക് അയച്ചിട്ടുണ്ട്. തീർന്നില്ലേ? മെഡിക്കൽ ടീം കാറിൽ വന്നിറങ്ങുമ്പോൾ സകല പൂട്ടൂറ്റിക്കാരും പത്രക്കാരും എല്ലാവരും കൂടെ വന്ന് അവർ കാറിൽ നിന്നിറങ്ങുന്നു, നടന്ന് മോർച്ചറിയിലേക്ക് പോകുന്നു. മോർച്ചറിയുടെ വാതിൽ തുറന്ന് അകത്ത് കിടക്കുന്നു. ഈ മരിച്ചു കിടക്കുന്ന 4 പേരുടെയും ഫോട്ടോ, വൈദ്യ വിദഗ്ധ സംഘത്തിന്റെ ഫോട്ടോ പിറ്റേ ദിവസത്തെ പത്രത്തിൽ. അന്ന് വൈകിട്ട് തന്നെ ചാനൽ ചർച്ചകൾ തുടങ്ങും. പച്ചവെള്ളം കുടിക്കാവോ? ഹെൽത്ത് ഡയറക്ടർ പറയും പച്ചവെള്ളം ഒരിക്കലും കുടിക്കാൻ പാടില്ല, പച്ചവെള്ളത്തിൽ അണുക്കളുണ്ട്, അതിനെ തിളപ്പിച്ച് അണുക്കളെയൊക്കെ കൊന്നിട്ട് അതിൻ്റെ ശവം മാത്രമാണ് കുടിക്കേണ്ടത്. കുറേ പേർക്ക് ടി വിയിൽ വരാനും ജനങ്ങൾക്ക് ഉപദേശം നൽകാനും. പിന്നെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡോക്ടർമാരിരുന്നിട്ടൊക്കെ പുതിയ പനിയെക്കുറിച്ചുള്ള സാഹിത്യങ്ങൾ, അതിന് കഴിക്കേണ്ട മരുന്നുകളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ, വാക്സിനുകളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ. പിറ്റേ ദിവസം തന്നെ ഞാനന്ന് ബംഗ്ലാദേശിൽ ചെല്ലും. ബംഗ്ലാദേശിലെ ഡോക്ടർക്കും കൊടുക്കും 10 ലക്ഷം. അതിൻ്റെ പിറ്റേ ദിവസം കുടിവെള്ളപ്പനി പടരുന്നു. കുട്ടനാട്ടിൽ പൊട്ടിപ്പുറപ്പെട്ട പക്ഷിപ്പനി ഇതാ നാടിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പടരുന്നു. ഇപ്പോൾ ചൈനയിലേക്ക് പടർന്നിരിക്കുന്നു. അതോടെ ലോകാരോഗ്യ സംഘടന ഉഷാറാകുന്നു. കുടിവെള്ളപ്പനി പൊട്ടിപ്പുറപ്പെട്ട പക്ഷിപ്പനി പൊട്ടിപ്പുറപ്പെട്ട രാജ്യങ്ങളിലേക്ക് ആരും ടൂറിസ്റ്റുകളായി പോകരുത്, അവിടെ നിന്നുള്ള ഇറച്ചിയൊന്നും വാങ്ങരുത്. സേഫ്റ്റി അലർട്ട്.